ഏവർക്കും സാൻഡൽവുഡ്സിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. സീസൺ 19 IPL മാമാങ്കത്തിന് ഇക്കഴിഞ്ഞ മാർച്ച് 28 ശനിയാഴ്ച കൊടിയേറിയല്ലോ. 10 ടീമുകൾ 5 മത്സരങ്ങളിലായി മാറ്റുരച്ച് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഓരോ ടീമിൻ്റെയും ഓരോരോ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ മത്സരങ്ങളുടെ ജയപരാജയ കണക്കുകളിലേക്കും ടീം ഫോർമുലകളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. കഴിഞ്ഞ 5 മത്സരങ്ങളിലെ വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സാൻഡൽവുഡ്സ് പ്രൗഡ്ലി പ്രസൻസ് ദ സ്റ്റാർട്ടപ്പ് ആൻഡ് അനാലിസിസ് ഓഫ് ഫസ്റ്റ് വീക്ക് IPL സീസൺ 19. മാർച്ച് 28 ശനിയാഴ്ച കഴിഞ്ഞ വർഷത്തെ വിജയികളായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPLൽ 300 റൺസ് അടിക്കാൻ കെൽപ്പുള്ള ടീം എന്ന ഖ്യാതിയുമായി സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടി. ടോസ് നേടിയ RCB സൺറൈസേഴ്സിനെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു. അഭിഷേക് ശർമ്മ എന്ന നമ്പർ 1 T20 ബാറ്റ്സ്മാൻ്റെ അഗ്നിപരീക്ഷ വീണ്ടും തുടരുകയായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്താവേണ്ടി വന്നു. 8 പന്തിൽ 7 റൺസുമായി അഭിഷേക് നിരാശനാക്കി. ക്രൗഡ് പുള്ളർ ട്രേവിസ് ഹെഡ് വീണ്ടും പരാജയപ്പെട്ടപ്പോൾ SRH 3 ഓവറിൽ 2 വിക്കറ്റിന് 28 റൺസിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ കുട്ടി ഡൈനാമിറ്റ് അവരുടെ ക്യാപ്റ്റൻ ഇഷാന്ത് തൻ്റെ T20 വേൾഡ് കപ്പ് ഫോം തുടരുകയും 38 പന്തിൽ 80 റൺസുമായി നങ്കൂരമിടുകയും ചെയ്തു. നിതീഷ് റെഡ്ഡി, ന്യൂ കമർ സലീൽ അറോറ എന്നിവരെല്ലാം വീണ്ടും പരാജയപ്പെട്ടപ്പോൾ ക്ലാസൻ്റെ 22 ബോളിൽ 31 റൺസും അനികേത് വർമ്മയുടെ 18 ബോളിൽ 43 റൺസും SRHൻ്റെ സ്കോർ 200 കടത്തി. 20 ഓവറിൽ 9 വിക്കറ്റിന് 201 റൺസ് എന്നായിരുന്നു SRHൻ്റെ ഇന്നിംഗ് അവസാനിച്ചത്. RCBക്ക് വേണ്ടി സീനിയർ പ്ലെയർ ന്യൂസിലാൻഡിൻ്റെ ജേക്കബ് ദഫി 4 ഓവറിൽ 22 റൺസിന് 3 വിക്കറ്റ് നേടിയപ്പോൾ SRHൻ്റെ 2 ഓപ്പണറെയും അദ്ദേഹം പുറത്താക്കി അവരുടെ നട്ടെല്ല് തകർത്തു. ഫിൽ സാൾട്ടിൻ്റെ 3 മാസ്മരിക ക്യാച്ചുകൾ എടുത്തു പറയേണ്ടതാണ്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ RCBക്ക് ഫിൽ സാൾട്ടിൻ്റെ വിക്കറ്റ് 2-ാം ഓവറിൽ തന്നെ വീണപ്പോൾ SRHൻ്റെ അതേ ബാറ്റിംഗ് റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ റൺസിനോട് കൊതി തീരാത്ത വിരാട് കോഹ്ലി എന്ന സീനിയർ പ്ലെയർ ഒരു വശത്ത് ഉറച്ചു നിന്നതും ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ദേവദത്ത് പടിക്കൽ ആഞ്ഞടിച്ചതും SRHൻ്റെ ബൗളർമാർക്ക് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തതും RCBയെ 15.4 ഓവറിൽ തന്നെ വിജയലക്ഷ്യത്തിലെത്തിക്കപ്പോൾ SRHന് വീണ്ടും നിരാശരായി പിൻവാങ്ങേണ്ടി വന്നു. 38 പന്തിൽ വിരാട് കോഹ്ലി 69 റൺസുമായി നങ്കൂരമിട്ടപ്പോൾ RCB വിജയത്തിലെത്തുകയായിരുന്നു. ശാന്തനായി തുടങ്ങിയ ദേവദത്ത് ഇമ്പാക്ട് പ്ലെയറിനെ അർത്ഥവത്താക്കുന്ന രീതിയിലൂടെ 26 പന്തിൽ 61 റൺസ് നേടിയപ്പോൾ ക്യാപ്റ്റൻ രജത് 12 പന്തിൽ 31 റൺസുമായി പ്രകടനം നടത്തി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. അങ്ങനെ ആദ്യ മത്സരത്തിൽ ദേവദത്ത് RCBക്കായി ഇമ്പാക്ട് നടത്തിയപ്പോൾ SRHൻ്റെ ഇമ്പാക്ട് പ്ലെയർ ഡേവിഡ് പെയിൻ വീണ്ടും പരാജയമായി. 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും മുംബൈ ഇന്ത്യൻസും കൊമ്പ് കോർത്തപ്പോൾ മുംബൈ വിജയത്തിലെത്തി. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹാർദിക് KKRനെ ബാറ്റിങ്ങിനയച്ചപ്പോൾ ക്യാപ്റ്റൻ രഹാനെയും ഓപ്പണർ ഫിൻ അലനും നല്ലൊരു തുടക്കം കൊടുത്തു. കഴിഞ്ഞ വർഷത്തിൽ KKRന് മുതൽക്കൂട്ടായിരുന്ന യുവ വിക്കറ്റ് കീപ്പർ അങ്കരീഷ് രഘുവംശി തൻ്റെ ബാറ്റിംഗ് ചാതുര്യം തുടർന്നപ്പോൾ 20 ഓവറിൽ 4 വിക്കറ്റിന് 220 റൺസ് എന്ന മാന്യമായ സ്കോറിലെത്താൻ KKRന് കഴിഞ്ഞു. ശ്രാദുൽ ഠാക്കൂർ മാത്രമായിരുന്നു മുംബൈ ഇന്ത്യൻസിനായി കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത്. 4 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ ശ്രാദുൽ കരസ്ഥമാക്കി. മറുപടി ബാറ്റിംഗ് തുടങ്ങിയ മുംബൈ ഇന്ത്യൻസ് സീനിയർ പ്ലെയർ രോഹിത് ശർമ്മയുടെ 38 ബോളിൽ 78 റൺസും റിയാൻ റിക്കിൾട്ടൺ 43 ബോളിൽ 81 റൺസുമായി KKR ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിൻ്റെ ഓപ്പണർ 71 ബോളിൽ 148 റൺസ് കൂടിച്ചേർത്ത ശേഷമായിരുന്നു പിരിഞ്ഞത്. പിന്നീടെത്തിയ ഇന്ത്യൻ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുംബൈയുടെ ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നെങ്കിലും കാര്യമായി ഒരു ഇമ്പാക്റ്റും എടുക്കാൻ കഴിയാതെ 8 ബോളിൽ 16 റൺസുമായി മടങ്ങി. എങ്കിലും വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയ ഓപ്പണർമാരുടെ ടീം മികവിൽ മുംബൈ ഇന്ത്യൻസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 19.1 ഓവറിൽ 224 റൺസ് നേടി KKRൽ നിന്നും വിജയം പിടിച്ചു വാങ്ങി. KKR ക്യാപ്റ്റൻ രഹാനെ 2-ാം ഇന്നിംഗ്സിനിടയിൽ പരിക്കുപറ്റി ക്രീസിന് പുറത്തു പോയതും ബൗളർമാരുടെ ലക്ഷ്യത്തിലെറിയാത്ത പന്തുകളും ഇന്നിംഗ്സിൽ പിന്നീട് ക്യാപ്റ്റൻസി നടത്തിയ റിങ്കു സിംഗിന് നിസ്സഹായത മാത്രമാണ് നൽകിയത്. മുംബൈ ഇന്ത്യയ്ക്ക് വേണ്ടി ശ്രാദുലും രോഹിത്തും റിയാൻ റിക്കിൾട്ടനും തിളങ്ങിയപ്പോൾ രഹാനെയും അങ്കരീഷും KKRന് മാന്യമായ സ്കോറിംഗ് നൽകി. 2 ടീമുകൾക്കും ഇമ്പാക്ട് പ്ലെയേഴ്സ് വഴി കൂടുതൽ ഒരു ഇമ്പാക്റ്റും കിട്ടാതെ പോയ മാച്ചായിരുന്നു ഇത്. KKRൻ്റെ ഇമ്പാക്ട് പ്ലെയർ കാർത്തിക് ത്യാഗി എന്ന യുവ ബൗളർ ഒരു ഭാവി വാഗ്ദാനമാണെന്ന് തോന്നിക്കുന്ന പ്രകടനം നടത്തിയെങ്കിലും പരിചയക്കുറവ് അവിടെ പ്രകടമായിരുന്നു. എങ്കിലും KKRന് കാർത്തിക്കിലൂടെ ഒരു ഫ്യൂച്ചർ ഇമ്പാക്ട് കൊടുക്കാനാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. 2026 മാർച്ച് 30 കൂടുമാറിയ കളിക്കാരുടെ മാറ്റുരയ്ക്കൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസ് മാച്ച് നടന്നു. ടോസ് നേടിയ RR ക്യാപ്റ്റൻ CSKയെ ബാറ്റിങ്ങിന് അയച്ചു.
ബാറ്റ്സ്മാൻമാരാൽ സമ്പന്നമായ CSK ബാറ്റിംഗ് തുടങ്ങിയത് T20 വേൾഡ് കപ്പ് സ്റ്റാർ സഞ്ജുവിനെയും ക്യാപ്റ്റൻ ഋതുരാജിനെയും കൂട്ടുപിടിച്ചായിരുന്നു. എന്നാൽ കളിമറന്ന സഞ്ജുവിനെയും റൺസ് നേടാൻ ബുദ്ധിമുട്ടുന്ന ഋതുരാജിനെയും ബൗളർമാർ വെള്ളം കുടിപ്പിച്ചപ്പോൾ റൺസ് കണ്ടെത്താനാവാതെ രണ്ടുപേരും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഓവറുകളുടെ അവസാന പന്തുകളിൽ പുറത്തായി. പിന്നീട് അങ്ങോട്ട് CSK ഫേമസ് ബാറ്റിംഗ് നിര ക്രീസിലെത്തുകയും തിരിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. CSK 2025 മോശം ഫോം തുടർന്നപ്പോൾ അവർ ഒരു ടീം വർക്കും കൂടാതെയാണ് ഈ സീസണിൽ എത്തിയതെന്ന് ഉറപ്പായി. ടീം മാനേജ്മെൻറ്റിന് ടീം ബിൽഡിംഗ് നടത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. കുറേ നല്ല കളിക്കാരെ ലേലത്തിൽ പിടിച്ചെങ്കിലും ഉപയോഗിക്കേണ്ട വിധം ഇനിയും CSKയ്ക്ക് തിട്ടമില്ലാത്തതായിരുന്നു തോന്നൽ. ജാമി ഓവർട്ടൺ എന്ന ന്യൂസിലാൻഡ് ബൗളർ ഒറ്റയാനായി ബാറ്റ് വീശിയതിലായിരിക്കാം CSK 100 റൺസ് കടന്നു. വെച്ച് നടന്ന് CSK 19.4 ഓവറിൽ 127 റൺസിന് ഓൾ ഔട്ട്. 100 തികയ്ക്കാൻ പാടുപെടുന്ന രീതിയിൽ CSK ഒതുങ്ങിക്കൂടുകയാണ്. RRൻ്റെ ടീനേജ് തൂഫാൻ വൈഭവിന് അടിക്കാനുള്ള റൺസ് പോലും എടുക്കാതെ CSK സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങും മുൻപേ അടിയറവ് പറഞ്ഞു കഴിഞ്ഞിരുന്നു. RRന് വേണ്ടി ബൗളിംഗ് ചെയ്തവരെല്ലാം വിക്കറ്റ് വീഴ്ത്തി എന്നതാണ് കൗതുകകരമായ വാർത്ത. RRൻ്റെ ഇന്നിങ്സ് ഓഡിയൻസ് കാണാൻ കാത്തിരുന്നൊന്നായിരുന്നെങ്കിലും ദുർബലമായ ചേസിംഗ് സ്കോറിൽ നേടാൻ വൈഭവ് എന്ന 15-കാരൻ്റെ 15 ബോൾ 50യും നങ്കൂരമിട്ട SSC ജയ്സ്വാൾ ചേർന്ന് 6.2 ഓവറിൽ 75 റൺസ് കൂട്ടിച്ചേർത്തു. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ രാജസ്ഥാൻ റോയൽസ് 12.1 ഓവറിൽ 2 വിക്കറ്റിന് 128 റൺസ് നേടി മത്സരം അവസാനിപ്പിച്ചു. CSK സർഫറാസ് ഖാനിലൂടെ ഇമ്പാക്റ്റ് പ്ലേ നടത്തിയെങ്കിലും ഫലമില്ലാതായിരുന്നു. RRന് ഈ മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് പ്ലെയറുടെ ആവശ്യം വന്നതേയില്ല. അങ്ങനെ ആവേശം കെട്ട ആ മത്സരം അവസാനിച്ചു. മാർച്ച് 31 ബുധനാഴ്ച പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും മാറ്റുരച്ച്. വീണ്ടും ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ശുഭ്മാൻ ഗില്ലിനെയും ടീമിനെയും ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 2025 ബാറ്റിംഗ് കരുത്തായ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും നല്ല രീതിയിൽ തുടങ്ങിയെങ്കിലും സായ് സുദർശൻ 13 റൺസിലെത്തിയപ്പോൾ മടങ്ങി. ശുഭ്മാൻ ഇംഗ്ലണ്ട് ഓപ്പണർ ജോസ് ബട്ട്ലറെ ചേർത്ത് ടീമിനെ മുന്നോട്ട് നയിച്ചു. മധ്യദിന ബാറ്റ്സ്മാൻമാർ തരക്കേടില്ലാതെ ബാറ്റ് ഏന്തിയെങ്കിലും IPLൽ അത്ര ഇംപ്രസ് സ്കോറല്ലാത്ത 162 റൺസ് എടുക്കാനേ GT ബാറ്റിംഗ് നിരക്കായുള്ളൂ. പഞ്ചാബ് കിങ്സിന് വേണ്ടി വൈശാഖ് വിജയകുമാർ 4 ഓവറിൽ 34 റൺസ് വഴങ്ങി 3 വിക്കറ്റും ചാഹൽ 4 ഓവറിൽ 28 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. മധ്യനിര ഓവറുകളിൽ GT ബാറ്റിങ്ങിനെ വരിഞ്ഞു കെട്ടിയ പഞ്ചാബ് കിങ്സ് ബൗളർമാരായിരുന്നു ഹീറോസ്. മാർക്കോ ജോൺസൺ 4 ഓവർ വിട്ടുകൊടുത്തത് വെറും 20 റൺസ് മാത്രം. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പഞ്ചാബ് ഇമ്പാക്റ്റ് പ്ലെയറായ പ്രിയാൻഷ് ആര്യയിലൂടെയും വിശ്വസ്ത ഓപ്പണർ പ്രഭ്മാൻ സിംഗിലൂടെയും ശ്രദ്ധയോടെ തുടങ്ങിയെങ്കിലും അധികം ആയുസെത്തും മുൻപേ പ്രിയാൻഷ് പുറത്തായി. പിന്നീടെത്തിയ ന്യൂ ഫേസ് ഡെബറ്റന്റ് കോപ്പർ കൊണോലി എന്ന യുവതാരം പിന്നൊന്നും നോക്കാതെ തകർത്താടി. പ്രഭ്മാൻ 37 റൺസിന് പുറത്തായപ്പോൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തൻ്റെ കൈവിരലിലേറ്റ പരിക്കിനാലാകാം ഉടനെ പുറത്തായി. പിന്നെ കണ്ടത് പഞ്ചാബിൻ്റെ മധ്യനിര ബാറ്റിംഗ് ആത്മഹത്യയായിരുന്നു. 14.4 ഓവറിൽ 6 വിക്കറ്റിന് 118 റൺസ് എന്ന നിലയിലേക്ക് നീങ്ങിയ പഞ്ചാബ് കിങ്സിനെ കണ്ടപ്പോൾ മാച്ച് ഗുജറാത്തിന് സ്വന്തമായി എന്ന തോന്നൽ. നിരാശയും ഷോക്കിങ്ങും നിറഞ്ഞ സ്റ്റേഡിയം. എന്നാൽ മാർക്കോ ജോൺസനെ കൂട്ടുപിടിച്ച് കൊണോലി തൻ്റെ അർദ്ധശതകം തികച്ച ശേഷം കളം നിറഞ്ഞാടി. ഇപ്പോഴത്തെ T20 വേൾഡ് ക്ലാസ് നമ്പർ 1 ബൗളർ റഷീദ് ഖാന് താളം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ പ്രസീദ് കൃഷ്ണ 4 ഓവറിൽ 29 റൺസിന് 3 വിക്കറ്റ് എടുത്തു. എന്നാൽ പ്രസീദിന് പിന്തുണ നൽകാൻ മറ്റ് ബൗളർമാർ ആകാതിരുന്നതും മുഹമ്മദ് സിറാജ് എന്ന ബൗളറെ ഓവർ എറിയാൻ ക്ഷണിക്കാത്തതും GTക്ക് വിനയായി. 19.1 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ കൊണോലി പഞ്ചാബിനെ വിജയത്തിലെത്തിച്ചു. അങ്ങനെ വിജയം പ്രതീക്ഷിച്ച ഗുജറാത്ത് പഞ്ചാബിനും കൊണോലി എന്ന യുവ തുർക്കിക്കും മുന്നിൽ അടിയറവ് പറഞ്ഞു. ഏപ്രിൽ 1 ബുധനാഴ്ച അവസാന 2 ടീമുകളായ ലക്നൗ സൂപ്പർ ജയൻസും ഡൽഹി ക്യാപിറ്റൽസും IPL സീസൺ 19ൻ്റെ കന്നി അംഗത്തിനൊരുങ്ങി. ടോസ് നേടിയ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ LSGയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഋഷഭ് പന്തും മിച്ചൽ മാർഷും LSGക്കായി ഓപ്പണിംഗ് എത്തി. കെയർലെസ് ബാറ്റിങ്ങിന് പേരുകെട്ട ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 2025 സീസൺ ഓർമ്മിക്കും വിധം വീണ്ടും ഒരു പുറത്താവൽ നടത്തി ടീമിനെ ആദ്യമേ തളർത്തി. ഒരു റണ്ണൌട്ട് ആ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ കുറവിലേക്ക് വിരൽ ചൂണ്ടുന്നു. പിന്നീടെത്തിയ എഡൻ മാക്രാമിനോ ആയുഷ് ബദോനിക്കോ മിച്ചൽ മാർഷിന് വേണ്ടത്ര പിന്തുണ നൽകാനായില്ല. തകർന്നടിഞ്ഞ മധ്യനിര LSGയെ കൂടുതൽ ദുർബലരാക്കി. അതിനിടയിൽ LSG ഷാബാസ് അഹമ്മദിനെ ഇമ്പാക്റ്റ് പ്ലെയറാക്കി ഇറക്കിയതും അവരുടെ ബാറ്റിംഗ് വരൾച്ച വെളിപ്പെടുത്തുന്നതായിരുന്നു. ഒടുവിൽ 2020 മാച്ച് 18.4 ഓവറിൽ 141 എന്ന നിർവീര്യമായ സ്കോറിങ്ങിൽ LSG ബാറ്റിംഗിൽ തകർന്നടിഞ്ഞു.
3 വിക്കറ്റ് വീതം വീഴ്ത്തി അവസാന ഓവറുകളിൽ മൂർച്ചയേറിയ ബൗളിംഗ് പുറത്തെടുത്ത ലുങ്കി എങ്കിഡിയും നടരാജനും LSGയെ വരിഞ്ഞു മുറുക്കിയപ്പോൾ ക്യാപ്റ്റൻ അക്ഷറും കുൽദീപും സ്പിൻ മികവിൽ LSG ഇന്നിംഗ്സിന് തടയിട്ടു. നിരാശയോടെ തുടങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് KL രാഹുൽ എന്ന തുറുപ്പുചീട്ടിനെ ആദ്യ പന്തിൽ തന്നെ നഷ്ടപ്പെടുത്തി. പതും നിസംഗ എന്ന ശ്രീലങ്കൻ സ്റ്റാർ ബാറ്റർ കളി മറന്ന രീതിയിലായിരുന്നു ഇന്നിംഗ്സ് തുടങ്ങിയത്. അങ്ങനെ 4.3 ഓവർ എത്തിയപ്പോഴേക്കും ഡൽഹി ക്യാപിറ്റൽസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 26 റൺസ് എന്ന നിലയിൽ പരുങ്ങിയപ്പോൾ LSG ക്യാപ്റ്റനും ടീം മാനേജ്മെൻറ്റും വിജയം ഉറപ്പാക്കിയിരുന്നു എന്ന് തോന്നലുണ്ടായി. എന്നാൽ ഒരു വശത്ത് ഡൽഹി ഇറക്കിയ ഇമ്പാക്ട് താരം സമീർ റിസ്വി സാവധാനം തുടങ്ങിയപ്പോൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ യുവതാരത്തിൻ്റെ ബാറ്റിങ്ങിൽ സംശയം പുലർത്തി. 4 വിക്കറ്റ് വീണപ്പോൾ ക്രീസിലെത്തിയ ട്രൈസ്റ്റൻ സ്റ്റബ്സ് ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ മറുവശത്ത് റിസ്വി കോൺഫിഡൻസ് വീണ്ടെടുത്തു തുടങ്ങിയിരുന്നു. കൂട്ടിന് സ്റ്റബ്സിൻ്റെ പാർട്ട്ണർഷിപ്പും ഉപദേശങ്ങളും ക്രീസിൽ നമുക്ക് കാണാമായിരുന്നു. റിസ്വി പിന്നീടൊന്നും നോക്കിയില്ല. 47 പന്തിൽ 70 റൺസുമായി നോട്ട് ഔട്ടായ 39 റൺസ് എടുത്ത സ്റ്റബ്സിന് ഒപ്പം ഡൽഹിയെ 17.1 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 145 റൺസ് വിജയത്തിലെത്തിക്കപ്പോൾ സമീർ റിസ്വി എന്ന ഇമ്പാക്ട് പ്ലെയർ പുഞ്ചിരിക്കുകയായിരുന്നു. ഒരു വശത്ത് റിസ്വി തൻ്റെ ടീമിന് ഇമ്പാക്ട് വിക്ടറി കൊടുത്തപ്പോൾ മറുവശത്ത് നിസ്സഹായനായി ഷഹബാസ് അഹമ്മദ് എന്ന LSG ഇമ്പാക്ട് പ്ലെയർ. അതോടെ 5 മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ രാജസ്ഥാൻ റോയൽസ്, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു, ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ്, പഞ്ചാബ് കിങ്സ് എന്നീ 5 ടീമുകൾ യഥാക്രമം ഉയർന്ന റൺ റേറ്റും 2 പോയിന്റുകളുമായി അടുത്ത മത്സരങ്ങളിലേക്ക് കടക്കുമ്പോൾ വീറും വാശിയും ടീം ബോണ്ടിങ്ങും വേണ്ട വിധത്തിൽ ടീം മേക്കപ്പും നടത്തുമെന്ന് തീർച്ച. നേരിട്ട തോൽവികളെ ഇനിയുള്ള മത്സരങ്ങളിൽ വിജയമാക്കി മാറ്റാൻ ഗുജറാത്ത് ടൈറ്റൻസിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ലക്നൗ സൂപ്പർ ജയൻസിനും SRHനും CSKയ്ക്കും ഏറെ പണിപ്പെടേണ്ടി വരും. കഴിഞ്ഞ 5 മത്സരങ്ങളിലും സ്റ്റേഡിയത്തിൻ്റെ സ്വഭാവങ്ങൾക്കുപരിയായി രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ് വിജയത്തിലെത്തിയത് എന്ന വസ്തുതയും ശ്രദ്ധേയമാണ്. ജേക്കബ് ഡഫി, ഷാർദുൽ ഠാക്കൂർ, നരേന്ദ്ര ബാർഗർ എന്നീ ബൗളർമാരും കൂപ്പർ കൊളോണി, സമീർ റിസ്വി എന്നീ ബാറ്റ്സ്മാരും മാൻ ഓഫ് ദി മാച്ചായി. ഇമ്പാക്റ്റിൽ ദേവ്ദത്തും സമീർ റിസ്വിയും മാത്രമാണ് ടീമിനെ വിജയത്തിലെത്തിക്കാൻ തിളങ്ങിയത് എന്നതും ശ്രദ്ധേയമാണ്. IPL സീസൺ 19 മുന്നോട്ട് നീങ്ങുമ്പോൾ വീണ്ടുമൊരു വിശകലനവും മറ്റു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സുമായി വീണ്ടും സാൻഡൽവുഡ്സ് എത്തുന്നതായിരിക്കും. അതുവരേക്കും ലോകം നേരിടുന്ന യുദ്ധഘട്ടത്തിന് വേഗം ഒരു അറുതി വരട്ടെ എന്ന പ്രത്യാശയോടെ ഗുഡ് ബൈ.